ഗൾഫ് നാടുകളിൽ ഡ്രൈവർ, സെക്യൂരിറ്റി, ലേബറർ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന ആളുകളുടെ പാസ്പോർട്ട് ആ എംപ്ലോയർ പിടിച്ചു വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. പല ഗൾഫ് രാജ്യങ്ങളിലും ആ ഒരു രീതിയുണ്ട്. പക്ഷേ അത് നിയമവിരുദ്ധമാണ്. എല്ലാ രാജ്യങ്ങളുടെയും കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും ദുബായ് ഗവൺമെൻറ് അങ്ങനെ ഒരു പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുന്ന രീതിക്കെതിരാണ്. അത് പല എംപ്ലോയേഴ്സും ഇപ്പോഴും ദുബായിലും UAE-യിലൊക്കെ ആ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുന്ന രീതികളുണ്ട്. പക്ഷേ അത് തിരിച്ചെടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെ ചെറിയ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും അവർക്കൊരു അത്യാവശ്യം വരുമ്പോൾ ലീവ് കിട്ടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാനോ പറ്റാറില്ല. കാരണം പാസ്പോർട്ട് എംപ്ലോയറുടെ കയ്യിലായിരിക്കും. അപ്പോൾ അവർ തിരിച്ചു തരാൻ വേണ്ടി അവരുടെ എന്തെങ്കിലുമൊക്കെ ഡിമാൻഡുകളൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഫൈനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഡ്രൈവറൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഫൈനുകൾ, ട്രാഫിക് ഫൈനുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ കൊടുത്തു തീർക്കാതെ ചിലപ്പോൾ നമുക്ക് തിരിച്ചു പോരാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഗൾഫിൽ പെട്ട് കിടക്കുന്ന ആളുകൾ കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പാസ്പോർട്ട് തിരിച്ചു കിട്ടാനായിട്ട് ദുബായിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലും അതേ ഒരു രീതി ഉണ്ടായിരിക്കാം, അത് അന്വേഷിക്കുക. ദുബായിൽ ടൈപ്പിംഗ് സെൻറ്ററിൽ, നമ്മൾ കോടതിയിൽ പോലും, ദുബായ് കോർട്സിൽ പോലും പോകേണ്ട ആവശ്യമില്ല. ഒരു ടൈപ്പിംഗ് സെൻറ്ററിൽ പോയിട്ട് ഈ പാസ്പോർട്ട് നമ്മുടെ എംപ്ലോയർ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അതെനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള രീതിയിൽ ഒരു അപേക്ഷ കൊടുത്താൽ മതി. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് ദുബായ് പോലീസിന് അതിൻ്റെ ഇൻറ്റിമേഷൻ കിട്ടുകയും ദുബായ് പോലീസ് നമ്മൾ വിളിക്കും. നമ്മളും ദുബായ് പോലീസിൻ്റെ ഒരു സ്റ്റാഫും അവിടെ ചെന്ന് ആ എംപ്ലോയറുടെ ഓഫീസിൽ ചെന്ന് ദുബായ് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ പാസ്പോർട്ട് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഈ വിവരങ്ങൾ പലർക്കും അറിയില്ല. അത് അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ വലിയ വലിയ ശമ്പളത്തിനും അല്ലെങ്കിൽ അവിടെ വലിയ ബിസിനസ്സുകാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല. പക്ഷേ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർ തിരിച്ചു വരുമ്പോൾ ഒന്നുമില്ലാതെ തിരിച്ചു വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഗൾഫിലിരുന്ന് തന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യയിലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അത് ഒരു ഡിജിറ്റൽ ബിസിനസ് രീതിയാണത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തിലൂടെ നമുക്ക് ലോകത്തെമ്പാടും നമുക്ക് വരുമാനം നേടിയെടുക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് താഴെ ഈ ഡിസ്ക്രിപ്ഷനിൽ